കേരള നിയമസഭയിലെ സൗമ്യ മുഖമായിരുന്നു കാനത്തിൽ ജമീല. ഏതാണ്ട് ഒരു 9 മാസം മുമ്പാണ് ഇങ്ങനെ അസുഖബാധിതമായ വിവരം അവർ തന്നെ ഞങ്ങളെ വിളിച്ചു പറയുന്നത്. തുടർന്ന് പലയിടങ്ങളുമായി ചികിത്സക്ക് അദ്ദേഹം പോയി. നല്ല ആത്മവിശ്വാസമായിരുന്നു ശ്രീമതി കാനത്തിൽ ജമീലയ്ക്ക്. എന്നെ വിളിച്ചു പറഞ്ഞത് അടുത്ത ബജറ്റ് സമ്മേളനത്തിൽ നിർബന്ധമായി ഉണ്ടാകും, ഈ കഴിഞ്ഞ സമ്മേളനത്തിൽ ലീവ് അവധി അപേക്ഷ തരുമ്പോൾ പറഞ്ഞ കാര്യമാണ്. പക്ഷേ വൈദ്യശാസ്ത്രം പരാജയപ്പെടുകയും ശ്രീമതി ജമീല കാനത്തിൽ മരണത്തിന് കീഴടങ്ങാനുണ്ടായത്. നല്ല നിയമസഭാ സാമാജികയാണ്. നിയമസഭക്കകത്ത് കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന കാര്യത്തിൽ അത് മണ്ഡലത്തിലെ വിഷയമാവട്ടെ പൊതുവിഷയമാവട്ടെ, ഒപ്പം ഭരണപക്ഷ നിരയിലെ വളരെ ശക്തയായ ഒരു വക്താവിനെ പോലെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന നിയമസഭാ സാമാജികയായിരുന്നു കാനത്തിൽ ജമീല. അദ്ദേഹത്തിന്റെ നഷ്ടം അകാലത്തിലെ നഷ്ടമാണ്. അത് കേരള നിയമസഭയ്ക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും ഒക്കെ ഉണ്ടായ നഷ്ടത്തിൽ കേരള നിയമസഭയുടെ ദുഃഖവും അനുശോചനവും രേഖപ്പെടുന്നു. ഞങ്ങൾ കൊയിലാണ്ടിക്കാരെ സംബന്ധിച്ചിടത്തോളം അതൊരു തീരാ നഷ്ടം തന്നെയാണ്. അതിലൊരു സംശയമുണ്ട്. കൊയിലാണ്ടിക്ക് മാത്രമല്ല, കേരള രാഷ്ട്രീയത്തിന് തന്നെ കനത്ത നഷ്ടമാണ്. കാരണം വളരെ സൗമ്യമായി രാഷ്ട്രീയം അവതരിപ്പിക്കുന്ന, എന്നാൽ വളരെ ശക്തമായ നിലപാടുള്ള ഒരു വ്യക്തിയായിരുന്നു ശ്രീമതി ജമീല എന്ന അനുഭവത്തിൽ എനിക്ക് പറയാൻ സാധിക്കും. അദ്ദേഹത്തെ ഞാൻ ആദ്യം കേൾക്കുന്നത് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിലാണ്. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുന്ന ഘട്ടത്തിൽ അന്ന് ഞാൻ യുവജന രംഗത്ത് പ്രവർത്തിക്കുന്ന കാലമായിരുന്നു. അന്ന് മുതൽ അദ്ദേഹവുമായി ബന്ധമുണ്ട്. തുടർന്ന് നിയമസഭയിൽ എത്തിയപ്പോൾ ആ ബന്ധം കുറച്ചുകൂടി ദൃഢപ്പെട്ടു. പലപ്പോഴും എൻ്റെ ചേംബറിൽ വന്ന് എന്നെ കാണുമായിരുന്നു പല കാര്യങ്ങൾക്കും. അങ്ങനെയൊക്കെയുള്ള നല്ല ബന്ധങ്ങൾ സൂക്ഷിക്കുന്ന, സൗമ്യതയുടെ പര്യായമായ, എപ്പോഴും പുഞ്ചിരിക്കുന്ന ഒരു നിയമസഭാ സാമാജികയാണ് ഇന്ന് കേരളത്തിൽ നഷ്ടമായിരിക്കുന്നത്. അവരുടെ ഒരു ജീവിതം എന്ന് പറയുന്നത് നമുക്കറിയാം. കൊളത്തൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പറായി, അവിടെ നിന്ന് അങ്ങോട്ട് ഗ്രാമപഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, അങ്ങനെ പടിപടിയായിട്ട് ജനസേവന രംഗത്ത് ഒരു ചിരിക്കുന്ന ഒരു മുഖമായിട്ടുള്ള ഒരു വ്യക്തിത്വം തന്നെയായിരുന്നു അദ്ദേഹം. അത് ഞാൻ പറഞ്ഞല്ലോ, അപൂർവമായ വ്യക്തികൾക്ക് മാത്രമേ ജനപ്രതിനിധി നിലയ്ക്ക് എല്ലാ തലത്തിലും പ്രവർത്തിക്കാൻ സാധിക്കുള്ളൂ. അവര് ഗ്രാമം, ബ്ലോക്ക്, ജില്ല, തുടർന്ന് MLA ആയി. അപ്പൊ എല്ലാ തലങ്ങളിലും നന്നായി പ്രവർത്തിച്ച വ്യക്തിയാണ്. സ്വാഭാവികമായും ആ നിലയിൽ ശോഭിച്ചുകൊണ്ടായിരിക്കുമല്ലോ നിയമസഭാ സാമാജികയാക്കിയിട്ടുള്ളത്. ജനങ്ങൾക്ക് അവരെ വലിയ ഇഷ്ടമായിരുന്നു. തിരിച്ച് ജനങ്ങളെ അദ്ദേഹത്തിന് വലിയ ഇഷ്ടമായിരുന്നു. അതുകൊണ്ടാണല്ലോ ഈ തിങ്ങിക്കൂടിയ ജനാവലി അദ്ദേഹത്തിന് അന്തിമവാചകം അർപ്പിക്കാൻ എത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ നഷ്ടത്തിൽ, വിയോഗത്തിൽ കേരള നിയമസഭയുടെ ദുഃഖം അനുശോചനം രേഖപ്പെടുന്നു.